കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞ് കാറ്റമർന്നു. വലിയ ശാന്തതയുണ്ടായി. വലിയ ശാന്തത, ചെറിയ ശാന്തതയല്ല, സാധാരണ ശാന്തതയല്ല, വലിയ ശാന്തത ഉണ്ടായി എന്നാണ് നമ്മൾ കഴിഞ്ഞ പകലിൽ ചിന്തിക്കുവാനുള്ളത്. നമ്മുടെ കണ്ണുകളെ ദിവസം നമുക്കിന്ന് പകൽ ദൈവാത്മാവിന്റെ കർത്താവേ വചനത്തിനോട് ഞങ്ങളോട് സംസാരിക്കണം, നമ്മളോട് ഇടപെടണമേ. प्रार्थना करेंगे प्रभु से, परमेश्वर इस वचन से हमें बातें कीजिए। കൊടുങ്കാറ്റും തിരമാലയോ പാടയിൽ മഞ്ഞാടിക്കോ, കൊടുങ്കാറ്റും തിരമാലയോ ഉപവാസത്തിന്റെ 2ാം ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ സംസാരത്തിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവർത്തന നിരൂപണത്തിന് കൊടുക്കലും ആഗ്രഹിക്കുന്ന സകല കുറവുകളെയും മനഃപൂർവ്വമായി ക്ഷമിച്ച് അവരെ കടന്നതോട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. നീതി ചെയ്യുന്നവൻ നീതി ചെയ്യുന്ന വചനപ്രകാരം ഞങ്ങളെ ഒന്നുകൂടി അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ ഇതുവരെ കേൾപ്പിക്കാത്തതുമായ പുതിയ ചില ആത്മീയ ചിന്തയാല്, കർത്താവേ ആലോചനയാല് ഈ വചനത്തോട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനെ താഴ്ത്തുന്ന ശക്തീകരിക്കണം. അങ്ങേക്ക് ഹിതമില്ലാത്ത ഒരു വാക്കുപോലും ഉച്ചരിപ്പാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഹിതമായത് മറച്ചു വെക്കാൻ ഇടവരുത്തരുത്. അങ്ങ് ജനത്തോട് സംസാരിക്കണം, വ്യക്തികളോട് സംസാരിക്കണം, ഹൃദയങ്ങളെ വിവേചിക്കണം, ആഴങ്ങളെ തൊടണം, രഹസ്യങ്ങളെ വെളിപ്പെടുത്തണം, സംഭവങ്ങളെ വെളിപ്പെടുത്തണം, ലോകത്തിന്റെ വിടുതലണം, പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണം. കർത്താവേ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന അവരുടെ അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന സകലത്തെയും യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്ന ശത്രുവിനെ തൊടുവാൻ യേശുവിന്റെ നാമത്തിൽ അധികാരം എന്ന് കൽപ്പിക്കുകയാണ്. ഇവിടുത്തെ നാമം ഉയർത്തുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പകലിൽ ചില കാര്യങ്ങൾ നമ്മുടെ വചനത്തിലൂടെ ചിന്തിച്ചു. कल सुबह हमने कुछ बातें को इस वजह से हमें सीखे थे। AD 55 മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നത്. AD 55 में इस किताब को लिखते हैं. हमें മർക്കോസിന് യോഹന്നാൻ എന്നൊരു മറ്റൊരു പേര് കൂടി ഉള്ളതായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. इस मरकुस को यूहन्ना का एक नाम और है. वचन में हम पढ़ते हैं. 4 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. 4 साल की जो एक इतिहास को हम इस किताब में पढ़ते हैं. സുവിശേഷങ്ങളിലെ 7 അധ്യായം കൊണ്ട് 14 അധ്യായങ്ങളിൽ ഒതുങ്ങുന്ന ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. और सुसमाचारों में 16 मात्र अध्याय रहने वाला मात्र एक किताब है, एक गॉस्पेल है. ये गॉस्पेल ഒരുപക്ഷെ ശരിയാണെങ്കിൽ സുവിശേഷത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതായ പുസ്തകമാണ്. और सबसे पहले जो लिखा हुआ किताब है ये जो मरकुस की യെരുശലേമിലാണ് മർക്കോസിന്റെ ജനനം. യെരുശലേമിൽ അവർക്കൊരു മാളിക മുറിയുള്ളതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. और इस मरकुस यरूशलेम में पैदा हुआ था और उस यरूशलेम में उनके लिए एक घर भी था. മർക്കോസിന്റെ അമ്മയുടെ പേര് മറിയയാണ്. അപ്പനെ കുറിച്ച് ബൈബിളിൽ കാണുന്നു. और मरकुस की मां का नाम मरिया था और उसका पिता के बारे में बाइबल में हम लोग नहीं देखते. അപ്പനെ കുറിച്ച് ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ തപ്പി നോക്കാനും പോയില്ല. और उसके बारे में ढूंढने के लिए भी हम समय को बर्बाद नहीं करना सोचकर हम उसके बारे में ज्यादा ढूंढा भी नहीं. പക്ഷെ അവർക്ക് യെരുശലേമിൽ ഒരു ഭവനമുണ്ട്. ആ ഭവനം
ഏത് സമയത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിട്ട ഒരു ഭവനമാണ്. लेकिन उनके लिए एक घर था जो यरूशलेम में, और उस घर हर समय ही प्रार्थना के लिए खुला हुआ था। പക്ഷേ ആ ഭവനത്തിലാണ് കർത്താവ് ശിഷ്യന്മാർ ആദ്യമായി കൂടി കർത്താവിന്റെ തിരുമേശ സ്ഥാപിക്കുവാൻ. हो सकता है शायद उसी घर में था जो पवित्र परमेश्वर जो अपने जो प्रभु भोज को उधर किया था। എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യമായ ഒരു പദവിയാണ് മർക്കോസിന് ലഭിച്ചത്. തന്റെ ഭവനത്തിൽ വെച്ച് കർത്താവിന്റെ തിരുമേശ യേശുക്രിസ്തു തന്നെ നേരിട്ട് ശുശ്രൂഷിക്കുവാനും സ്ഥാപിക്കുവാനും. और कितना भाग्यशाली था जो मरकुस, जो जिनके घर पे ही इस परमेश्वर अपनी इस सेवकाई को वहां पे किया था। അതാണ് നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിട്ടാൽ കർത്താവ് നമ്മെ മാനിക്കാതിരിക്കില്ല. और इसीलिए कि हमारा घरों परमेश्वर के लिए आराधना के लिए जब खोल देते हैं तो हमारा परमेश्वर हमें जरूर आशीष करते हैं। നമുക്ക് ലുദിയുടെ ഭവനം, ലുദിയുടെ ഹൃദയത്തെ കർത്താവ് ആദ്യം തുറന്നു. അത് കഴിഞ്ഞ് ഹൃദയം തുറക്കപ്പെട്ടപ്പോൾ ഭവനം തുറന്നു. ആ ഭവനം ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു. ഏഷ്യ മൈനറിലെ ആദ്യത്തെ ഒരു സഭയായി അത് രൂപാന്തരം പ്രാപിക്കാനുണ്ട്. और कल हमें सुना था लुदिया का हृदय को परमेश्वर ने खोले थे, और जब परमेश्वर ने उसके दिल को खोला, उसने अपने घर को परमेश्वर के दासों के लिए खोला, और बाद में हम पता चलता है कि यह सबसे पहला एशिया माइनर का कलीसिया के रूप में वो लुदिया का घर बन गया। സഹോദരങ്ങളെ, നമ്മുടെ ഭവനങ്ങള് അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നിങ്ങൾ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി. भाई लोग अपने घर को परमेश्वर की आराधना के लिए, प्रार्थना के लिए अपने घर को खोलेंगे तो परमेश्वर आपके उस घर को, आपके घर को और आपको बहुत ऐसे आशीष करेंगे। ഇന്ന് രാവിലെ പ്രിയ പ്രശ്നാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പറയാൻ മാസത്തിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കാറുണ്ട്. और जब परमेश्वर के दास भाई अर्जुन के लिए प्रार्थना कर रहे थे, और वो जब बोल रहा था कि हफ्ते महीना में हर 2 तारीख को प्रार्थना करते हैं अपने घर पे। ഇന്നത്തെ നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മാസത്തിൽ ഒരിക്കൽ പ്രാർത്ഥന നിമിത്തം ആ ഭവനത്തിൽ ദൈവാത്മാവ് ചെയ്ത ചില വിടുതലും ചില ശത്രുവിന്റെ സാന്നിധ്യത്തെ ബ്ലോക്ക് ചെയ്തതായിട്ടും ആ പ്രാർത്ഥനയിലൂടെ കാണുവാനില്ല. और जब कि इस बात को बाद में पता चला, प्रभु का दास को परमेश्वर ने प्रकट किया कि इस प्रार्थना के द्वारा शैतान की तमाम शक्ति के ऊपर शैतान उसको अटैक ना करने के लिए परमेश्वर ने कितना कैसे प्रोटेक्ट किया था। Praise the Lord. Hallelujah. ആമേൻ. വെളിപ്പെടുന്ന വിടുതലുകൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് ഭവനം തുറന്നതുകൊണ്ടാണ്. और कई बार हमारे घरों में जो परमेश्वर अद्भुत कार्य को कर रहे हैं, ताकि परमेश्वर हमें छुटकारा को दे रहे हैं, ताकि परमेश्वर के दासों के लिए हमारे घर पे आने के लिए और प्रार्थना के लिए अवसर को दिया, इसी कारण होते हैं। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അത് പറഞ്ഞു പോയാൽ സമയം മുൻപോട്ട് പോകും. നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ഇന്ന് നമ്മൾ മർക്കോസിന്റെ വിഷയത്തെ കുറിച്ച് വന്നപ്പോൾ അത് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. और एक और बार जो कल बात किए थे उसके आसपास में थोड़ा और बात करने के लिए चाहता है। ഈ മാർക്കോസ് ആണ് പൗലോസുമായിട്ട് ഉഗ്രവാദമുണ്ടായി രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞത്. ये मार्कुस के नाम में ही था जो पौलुस और बरनबास के बीच में लड़ाई होकर 2 भाग हो गया था। എന്നാൽ പിന്നത്തേതിൽ ബർന്നബാസാണ് ഈ മാർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോയി കർത്താവിന്റെ വേലയിൽ തന്നെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവന്നതായി കാണാൻ കഴിയും. और बाद में हम बात पता चलता है यही बरनबास जो यही मरकुस को साथ में लेकर जाकर सेवकाई में एक अच्छा रूम में बना के लेकर आया। നമ്മുടെ സുവിശേഷകരും വിശ്വാസികളും ഇടയ്ക്കൊക്കെ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു പിടിവള്ളിയാണ് മർക്കോസിന്റെയും യോഹന്നാന്റെയും ഉഗ്രവാദം എന്ന് പറയുന്നത്. और जब प्रभु के दास के लोगों के बीच में और विश्वासियों के बीच में लड़ाई होते हैं तो हम लोग इसी मरकुस को और बरनबास को और पौलुस को हम उनके सामने लेके आता है और इस लड़ाई को बताता है। ഭാഷമാര് തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ശാസിക്കുമ്പോൾ പറയും ബൈബിൾ എഴുതിയിട്ടുണ്ട് പൗലോസും മർക്കോസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി. और जब हम लोग पास्टर साहब के बीच 2 पास्टर लोगों के बीच में जब लड़ाई होते हैं, ये पास्टरों के बीच में पादरी लोगों के बीच में जब लड़ाई होते हैं तब बोलते हैं कि पत्रोस और पौलुस और मरकुस के बीच में भी लड़ाई हुआ है। എംഡി ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പഠനത്തിനിടയ്ക്ക് ഒരു സംശയം തർക്കവും വാദമായിട്ടുണ്ടാകും. और जब प्रभु का दास अपनी मास्टर डिग्री कर रहे थे तो उस समय
पढ़ाई के बीच में एक डाउट हुआ और डाउट एक लड़ाई में खत्म हुआ ഞാൻ ആ വിഷയത്തിലേക്ക് അല്പം ശബ്ദം ഉയർത്തി ഒന്ന് തർക്കിക്കാറുണ്ട്. और पास्टर साहब उसी विषय में कुछ जोर से बात कर कुछ बातों को बता दिया था. പിന്നത്തെ മനസ്സിലാകും ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അത് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. और बाद में ये भी पता चला कि ऐसे नहीं करना चाहिए था. ആ സമയത്ത് എന്നെ ദൈവവചനം പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു തർക്കിക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചാടി പറഞ്ഞു പൗലോസും മർക്കോസും തമ്മിൽ ഉത്തരവാദമുള്ളതായിട്ട് എഴുതിയിട്ടുണ്ട്. जो अध्ययन करने वाला प्रभु का दास उनको बोला कि अभी जो लड़ाई करने का समय नहीं है, अभी चुपचाप बैठो. परमेश्वर का दास ने बोला नहीं, पौलुस और बरनबास मरकुस के बीच में जो लड़ाई के बारे में बाइबल में लिखा है. और बाद में वो मेरे लिए बहुत दर्द की कारण हो गया था. ഇതേ ഭാഗം തന്നെ ഒരുപാട് പലരും പല സ്ഥലങ്ങളില് ദൈവദാസന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ട്, അവര് പറയും പൗലോസും മർക്കോസും തമ്മില് ഉഗ്രവാദം. പൗലോസ് എന്ന് പറഞ്ഞാല് എബ്രായ സന്നിധിക സംഘത്തിലെ അംഗം ഗമാലിയന്റെ കാൽക്കലിരുന്ന് പഠിച്ച പൗലോസ് പോലെ എന്ത് ചെയ്തു ഉഗ്രവാദിച്ചു എന്ന് പറയാറുണ്ട്. और बहुत सारे लोग पास्टर लोग भी ये इस बात को बोलता है कि पौलुस एक इब्रानियों की इब्रानी और सन्निधिन के एक व्यक्ति और बहुत सारे विशेषता जमाने के अंदर में बैठकर क्लास में बैठकर पढ़ाई करने वाला व्यक्ति, वो व्यक्ति भी लड़ाई किया है. പക്ഷെ പിന്നത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എന്നോട് ശാന്തമായ ദൈവാത്മ പറഞ്ഞത് എന്റെ ജ്ഞാനദാസെ ജീവിതകാലം മുഴുവനും പൗലോസും മർക്കോസും തർക്കിച്ചും ബാധിച്ചും നടക്കുകയായിരുന്നു. और परमेश्वर के दास को परमेश्वर ने इस बात को सिखा दिया कि मेरे प्रिय मित्र ज्ञानदास, ये तो पौलुस और बरनबास अपने जीवन भर ये लड़ाई के साथ तो नहीं गया था. ആരംഭത്തിൽ തർക്കവും വാദം തുടങ്ങി അത് അവസാനം വരെ കൊണ്ടുപോവുകയാണ്. और आरंभ से सेवकाई के आरंभ से अंत तक उस सेवकाई के अंत तक वो लोग लड़ाई को कंटिन्यू नहीं किया था. അത് പൗലോസിന്റെ വേലയുടെ ആദ്യ ഘട്ടങ്ങളിലായിരുന്നു ആ തർക്കം. और पौलुस की जो सेवकाई के आरंभ समय में मात्र था वो जो लड़ाई. വേലയിൽ അധികം പരിചയമില്ലായിരുന്നു ഒരു സമയം. और पौलुस को उतना परिचय नहीं था उस समय सेवकाई के. പിന്നീട് പൗലോസ് എവിടെയും തർക്കിച്ചതും വാദിച്ചതായിട്ട് കാണുന്നില്ല. फिर बाद में कहीं परमेश्वर का दास पौलुस गुस्सा होते हुए या बातें करते हुए नहीं दिखाई देता. പിന്നീട് ആ പൗലോസാ പറഞ്ഞത് നിങ്ങള് ആമേൻ പ്രൈസ് ദി ലോർഡ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിൽ വലുതോ സ്നേഹം തന്നെ. और ये पौलुस ये बात को बताता है विश्वास और आशा और प्रेम, इसमें प्रेम सबसे बड़ा है. പ്രൈസ് ദി ലോർഡ് സ്നേഹമില്ല എങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി മാറും. गुरुदेव की किताब में जैसे हम पढ़ते हैं कि प्रेम अगर नहीं है तो ये जैसे एक जैसे बाजी बजाता है उसी समान मात्र होता है. ആഴമായ സ്നേഹബന്ധത്തെക്കുറിച്ച് പൗലോസ് സഭയോടും തന്റെ ശുശ്രൂഷകരോടും പ്രബോധിപ്പിച്ചത് ഇന്നത്തെ നമുക്ക് കാണാൻ കഴിയും. बड़े प्रेम के बारे में उसके बारे में परमेश्वर का दास कलीसिया को लिखते हुए हम पढ़ते हैं. ആദ്യകാലത്തില് തന്റെ ശുശ്രൂഷ ആരംഭത്തിൽ വലിയ പരിചയമില്ലാതെ വന്നപ്പോൾ ഒരു തർക്കവും വാദവും നടത്തി. പിന്നത്തെ ഇതില് അത് താൻ വിട്ട് പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് പൗലോസ് കടന്നു വന്നതായി കാണുന്നു. सेवकाई की शुरुआत में थोड़ा बहुत लड़ाई हुआ था, लेकिन बाद में उसके आने वाले समयों में उसके जीवन में एक बड़ा प्रेम उसके जीवन में हुआ था. मरकुसने स्नेहित ചേർത്ത് നിർത്തിയതായി കാണാൻ കഴിയും. बाद में हम इसको भी पढ़ते हैं, उस मरकुस को प्रेम कर उसको स्वीकार किया हुआ.